ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി വലിയ കുറച്ച് ചെറിയ ഒരു വീഡിയോ ആണ്. ഞാനും ബിജിയും കൂടെ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് ഓട്ടോ വിളിച്ച് വന്നേക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈഫിൽ ഏറ്റവും മുഷിപ്പുള്ള ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നാണ്. പക്ഷേ ഇന്ന് എനിക്ക് അത്ര വലിയ മുഷിപ്പ് തോന്നിയില്ല. കാരണം നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മുഷിപ്പ് തോന്നില്ല. ഞാൻ അമ്മേനെ കാത്താണ് ഇരുന്നത്. ഞാനും അമ്മയും ബിജിയും കൂടെ ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയത്തിൽ എത്തിയേക്കുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ലോണം ഓർമ്മ വെക്കുന്ന മുമ്പ് ഇവിടെ വന്നതാണ്. അതിനുശേഷം വന്നിട്ടേ ഇല്ല ഈ ട്രിവാൻഡ്രത്ത് കിടന്നിട്ട് പോലും. നമ്മളൊരു കോഫി കുടിച്ചിട്ടാണ് അകത്ത് കയറിയത്. കോഫി പക്ഷേ വിത്തൗട്ട് ടൈപ്പ്. ഈ അമ്മയുടെ ടീ ആണ് നമ്മൾ വിത്തൗട്ട് പറഞ്ഞത്. അകത്ത് കയറി ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. ഒരാൾക്ക് 30 രൂപയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഫ്രീ ടിക്കറ്റാണ്. ഫസ്റ്റ് കണ്ടത് കാണ്ടാമൃഗമാണ്, പിന്നെ കുരങ്ങ്, പിന്നെ കുറേ പക്ഷികൾ. ഇവിടെ മൃഗങ്ങളെക്കാൾ കൂടുതൽ പക്ഷികളുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മൂങ്ങ പോലാത്തങ്ങ് ആക്ച്വലി ഇത് മൂങ്ങയൊന്നുമല്ല, ഇതിന് വേറെ എന്തൊക്കെയോ നല്ല അടിപൊളി പേരുകളുണ്ട്. ആ സമയത്ത് ഞാൻ ആ ബോർഡ് ഞാൻ വീഡിയോ എടുത്തതുമില്ല, പേര് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. ഇപ്പം പറയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നിൻ്റെയും പേര് ഓർമ്മയില്ല എന്നതാണ് സത്യം. നമ്മളിങ്ങനെ കുറേ നേരം ഇതിൻ്റെ അകത്ത് കറങ്ങി കണ്ട് ഇതിൻ്റെ അകത്ത് കാണാൻ ഈ മൃഗങ്ങളൊക്കെ കുറവായിരുന്നെങ്കിലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ ചുറ്റി കറങ്ങി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പുറത്ത് ഭയങ്കര വെയിലാണെങ്കിലും ഇതിൻ്റെ അകത്ത് കുറേ മരങ്ങളും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ്, തണുപ്പാണ്. സാധാരണ അമ്മേനെ എവിടെയെങ്കിലും പോകാനായിട്ട് വിളിച്ച അമ്മ വരേയില്ല, എന്തെങ്കിലും പറഞ്ഞ് മുടക്കും. ഇത്തവണ വിളിച്ചപ്പം തന്നെ പെട്ടെന്ന് ചാടി ഓടി വന്ന് അത് തന്നെ ഭയങ്കര സന്തോഷം. നമ്മൾ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുന്നതാണ് കൂടുതൽ സന്തോഷം. അല്ല ഒറ്റയ്ക്ക് പോകുന്നതിനോട് പേഴ്സണലി എനിക്ക് അത്ര താല്പര്യമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന്, കാരണം ഇതിൻ്റെ അകത്ത് കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. അമ്മയ്ക്ക് കാല് വേദനിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒരു സ്ഥലത്തിരുന്ന്. ഇതിൻ്റെ തൊട്ടടുത്താണ് വെള്ളത്തിൽ കുറേ നീന്തി കളിക്കുന്ന പക്ഷികളുണ്ടായിരുന്നു. പറന്നു പോകും, വെള്ളത്തിലൊക്കെ വന്നിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കും ഭയങ്കര സ്മെല്ലായിരുന്നു. ബാഡ് സ്മെല്ലാണ്, എന്നാലും അത്ര ബുദ്ധിമുട്ട് ഉള്ളതല്ലായിരുന്നു. പിന്നെ കുറേ താറാവും അങ്ങനെ കുറേ ഐറ്റങ്ങൾ, ഇതിനൊക്കെ നമ്മൾ സാധാ കണ്ടിട്ടുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് രണ്ടാണ് അവിടെ നിന്ന് പുല്ല് തിന്നണം. ഇതിനും പുല്ലാണ് തിന്നണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതിനുശേഷം ഒരു 5-6 വെള്ളത്തിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനത്തിന് തണ്ണിമത്താനാണ് കൊടുത്തത്. അപ്പോഴത് നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നായിരുന്നു. ഇവിടെ കൂടുതലായിട്ടുള്ളത് മാനുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ വെറൈറ്റി മാനുകൾ, കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും പുള്ളിയുള്ളതും പുള്ളിയില്ലാത്തതും തവിട്ട് കളർ വെള്ള കളർ അങ്ങനെ നിറച്ച് മാനുകളുണ്ടായിരുന്നു. ഇല്ല ആട്ടിൻകൂട്ടമൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ബാഹുബലി പോത്താണ്. ആ സിനിമയിൽ ഇതിനെ ഭയങ്കര ടെററായിട്ടാണ് കാണിക്കുന്നത്. ഇതിലിപ്പം ഭയങ്കര പാവമായിട്ടാണ് നിന്നത്. അതായത് എല്ലാവരെയും കൂടെ കണ്ടിട്ട് അന്തം വിട്ട് നിന്നതാണെന്ന് അറിയാൻ വയ്യ. ഇത് വേറൊരു ടൈപ്പ് മാനാണ്, ഇത് വേറൊരു ടൈപ്പ് മാനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിശന്നപ്പോൾ ഫുഡ് മേടിച്ച് കഴിച്ചായിരുന്നു. സൂവിൻ്റെ വെളിയിൽ ഇങ്ങനെ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇത് ജയിൽ ചപ്പാത്തിയാണ്. 5 ചപ്പാത്തിയും 2 പീസുള്ള ചിക്കൻ കറി 40 രൂപ. അങ്ങനെ 2 സെറ്റും പിന്നെ 10ൻ്റെ ഒരു വെള്ളവും മേടിച്ച് അങ്ങനെ ഫുഡിന് വേണ്ടി ടോട്ടൽ 90 രൂപയാണ് ആയത്. അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അക്വേറിയത്തിൽ കയറി. സൂവിൻ്റെ അകത്ത് തന്നെയുള്ള അക്വേറിയമാണ്, പക്ഷേ ഇതിന് എക്സ്ട്രാ 30 രൂപ ചാർജുണ്ട് ഓരോരുത്തർക്കും. അതിൻ്റെ അകത്ത് കയറി നഷ്ടമാവോ എന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ ഒരു നഷ്ടമില്ലായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളത്. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ നല്ല അടിപൊളി മീനുകൾ, നമ്മൾ സാധാരണ അക്വേറിയത്തിലൊക്കെ കാണുന്നതെന്നല്ല, എല്ലാം വെറൈറ്റികളായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും അമ്മയ്ക്കും ബിജിക്കും ഈ മീനുകളെയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വീടിനടുത്തുള്ള കൊച്ചു അക്വേറിയത്തിൽ നിന്നൊക്കെ കുഞ്ഞു മീനുകളെയൊക്കെ പിടിച്ച് നമ്മളെ കുളത്തിൽ കൊണ്ടിടും. ഈ ചെടിയുടെ ഇടയിൽ മീനുണ്ട് കേട്ടാ, അറിയാൻ പറ്റാത്തതാണ്. ഇത് വേറെ ടൈപ്പ് മീനാണ്. ഇല്ല പാമ്പ് കണക്കൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇങ്ങനെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനെയൊക്കെ, പക്ഷേ വീട്ടിൽ വന്നിങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയപ്പം അത്ര ഭംഗി എനിക്ക് തോന്നിച്ചില്ല. അതാണ് ആകെ ഒരു വിഷമം. ഇപ്പം കാണുന്ന ഒരു മീനുണ്ട്, ദാണ്ട് ഈ ഒരു മീൻ. ഇതിൻ്റെ വയറ്റിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ ഫയറിൻ്റെ ഒരു തീജ്വാലയായിട്ട് തോന്നും. പക്ഷേ വീഡിയോയിൽ അറിയത്തില്ലെന്നേ ഉള്ളൂ. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതിനുശേഷം ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ബായ്.